നമുക്കിപ്പോൾ FIR-ന്റെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ NDPS നിയമത്തിലെ 27B, 29 BNS നിയമത്തിലെ 238 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ലഹരി ഉപയോഗിക്കുന്നതിൽ 6 മാസം വരെ തടവും 10,000 രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റം, ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് 27B എന്ന് പറയുന്നത്. 29 എന്ന് പറയുന്നത് ലഹരി ഉപയോഗത്തിലുള്ള ക്രിമിനൽ ഗൂഢാലോചനയാണ്. BNS നിയമത്തിലെ 238 വകുപ്പ് അത് തെളിവ് നശിപ്പിക്കലാണ്. അതായത് തെളിവ് നശിപ്പിച്ചതിനും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഉദ്യോഗസ്ഥർ ഈ മുറിയുടെ മുൻവശത്തെത്തി, ഹോട്ടലിൽ മുറിയുടെ മുൻവശത്തെത്തി മുറി തുറക്കുന്നതിന് ആവശ്യപ്പെട്ടപ്പോൾ മുറി തുറക്കാതിരിക്കുകയും ജനൽ വഴി ചാടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഷൈൻ ടോം ചാക്കോയുടെ സുഹൃത്തായ അഹമ്മദ് മുർഷാദ് എന്നയാൾ മുറിയിൽ ഉണ്ടായിരുന്നു. ഇയാൾക്കെതിരെയും ഇപ്പോൾ കേസെടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് FIR-ൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡാൻസ് ഓഫ് ടീം 4 പോലീസ് സബ് ഇൻസ്പെക്ടർ വിനോദ് ജെ അതിൽ സെർച്ച് റിപ്പോർട്ട് ഹാജരാക്കിയിട്ടുണ്ട്. ഇത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യുന്നതിനാണ് വിളിച്ചു വരുത്തിയത്. അതായത് ഷൈൻ ടോം ചാക്കോ മുറിയിൽ ഉണ്ടായിരുന്നു എന്ന കൃത്യമായ വിവരം FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെ റിപ്പോർട്ടറുണ്ട്. ആ FIR-ന്റെ പകർപ്പാണ് ഇപ്പോൾ റിപ്പോർട്ടർ സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത്. ഷൈൻ ടോം ചാക്കോ 10:05 തന്നെ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഹാജരായി. തുടർന്ന് ചോദ്യം ചെയ്തതിൽ നിന്നും ഇയാൾ പലപ്പോഴും മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനോ അത് സംബന്ധിച്ച് ഗൂഢാലോചന നടത്തുന്നതിനോ വേണ്ടി തന്നെയാണ് അഹമ്മദ് മുർഷാദ് എന്ന സുഹൃത്തുമായി മുറിയിൽ താമസിച്ചത് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. അതായത് FIR-ൽ കൃത്യമായി തന്നെ പറയുന്നു, ഈ ഹോട്ടൽ മുറിയിൽ തങ്ങിയത് ലഹരി ഉപയോഗിക്കുന്നതിനാകാം, അല്ലെങ്കിൽ ലഹരി ഇത് സംബന്ധിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ചത് സംബന്ധിച്ച് ഗൂഢാലോചന നടത്തുന്നതിന് വേണ്ടിയാകാം അഹമ്മദ് മുർഷാദും ഷൈൻ ടോം ചാക്കോയും ഈ ഹോട്ടലിൽ മുറിയെടുത്തത്. അതോടൊപ്പം പോലീസിന് തെളിവ് നൽകാതെ രക്ഷപ്പെടുക കൂടി ചെയ്തിട്ടുണ്ട്. അത് തെളിവ് നശിപ്പിക്കാൻ കൂടിയുള്ള ശ്രമമാണ് എന്ന് വ്യക്തമാകുന്നു എന്നതാണ് FIR കൃത്യമായി പറയുന്നത്. ശരൺ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഇവർ ഷൈൻ ടോം ചാക്കോയും സുഹൃത്തും, അദ്ദേഹത്തിന്റെ പേരിപ്പോൾ വ്യക്തമാകുന്നു, അഹമ്മദ് മുർഷാദ് എന്ന സുഹൃത്ത്, ഇയാൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇയാളെയും പ്രതി ചേർത്തിട്ടുണ്ട്. ഇരുവരും ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്നു എന്ന് ഡാൻസ് ഓഫ് സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഷൈൻ ടോം ചാക്കോ ഓടി രക്ഷപ്പെട്ടു. ഇത് തെളിവ് നശിപ്പിക്കാൻ തന്നെയാണ് എന്നതാണ് പോലീസ് സംശയിക്കുന്നത്, അല്ലേ? ഓടി രക്ഷപ്പെട്ടത് എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്തായാലും FIR-ന്റെ പകർപ്പ് ഇപ്പോൾ റിപ്പോർട്ടിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് എന്തൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ ഗൂഢാലോചന, പ്രേരണ കുറ്റമടക്കമുള്ള, അതായത് NDPS ആക്ടിലെ 27, 29 പുറമെ തന്നെ മറ്റൊരു വകുപ്പ്, അതായത് തെളിവ് നശിപ്പിച്ചതിനുള്ള വകുപ്പ് കൂടി ചുമത്തുകയും ചെയ്തിരുന്നതാണ്. എന്തായാലും FIR-ൽ നമുക്ക് കാണാൻ കഴിയുന്ന എറണാകുളം ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ലിസി ജംഗ്ഷന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഹോട്ടൽ ഇൻ്റലിജൻസ് കളക്ഷൻ്റെ ഭാഗമായി കൊച്ചി സിറ്റി ഡാൻസ് ഓഫ് ടീം SI വിനോദിൻ്റെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നതിനായി എത്തിയ സമയം ഹോട്ടലിലെ 3-ാം നിലയിലെ 314 നമ്പർ മുറിയിൽ ലഹരി മരുന്ന് കേസിലെ മുൻപ് പ്രതിയായിരുന്ന ഷൈൻ ടോം ചാക്കോ എന്നയാൾ താമസിക്കുന്നതായും മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ടിയാൻ്റെയും റൂമും വെരിഫൈ ചെയ്യുന്നതിനായി കൊച്ചി സിറ്റി ഡാൻസ് ഓഫ് സംഘം മുൻവശത്ത് എത്തി മുറി തുറക്കുന്നതിന് ആവശ്യപ്പെട്ടപ്പോൾ അതിന് വിരുദ്ധമായി മുറി തുറക്കാതിരിക്കുകയും തുടർന്ന് മുറിയുടെ ജനൽ വഴി ചാടി രക്ഷപ്പെടുകയും സുഹൃത്തായ അഹമ്മദ് മുർഷാദ് മുറിയിൽ കാണപ്പെടുകയും ചെയ്ത കാര്യത്തിന് ഡാൻസ് ഓഫ് ടീം 4 പോലീസ് സബ് ഇൻസ്പെക്ടർ വിനോദ് എ എന്നിവ ഹാജരാക്കിയിട്ടുള്ളതും സെർച്ച് ലിസ്റ്റ് റിപ്പോർട്ട് എന്ന പരിശോധന നടത്തിയ ഡാൻസ് ഓഫ് സംഘം കൃത്യമായി തന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഓടി രക്ഷപ്പെട്ടത് ഷൈൻ ടോം ചാക്കോ തന്നെയാണെന്ന് FIR-ൽ കൃത്യമായി രേഖപ്പെടുത്തുകയും അത് ഡാൻസ് ഓഫ് സംഘം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നമുക്കറിയാവുന്ന പോലെ ഇന്ന് ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയതിൽ ഏറ്റവും പ്രധാനം ലഹരി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തുന്നതിന് വേണ്ടിയാണ് ഇരുവരും മുറിയെടുത്തത് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു എന്നതാണ്, അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത്. അങ്ങനെ ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ മുറിയെടുക്കുന്നത്. അഹമ്മദ് മുർഷാദ് ഇയാളെ കൂടി പ്രതി ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസിൽ 2 പ്രതികളെയാണ് നമുക്ക് ഈ FIR-ന്റെ വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ, FIR-ന്റെ പകർപ്പ് ലഭ്യമാകുമ്പോൾ കാണാൻ കഴിയുന്നത്. 2 പ്രതികളാണുള്ളത്. ഷൈൻ ടോം ചാക്കോയും ഒപ്പം തന്നെ അഹമ്മദ് മുർഷാദ്. ഇയാൾ പാലക്കാട് സ്വദേശിയാണ്, ഷൈൻ്റെ സുഹൃത്താണ്. ഇയാളെയും കൂടി പ്രതി ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്.
എന്തായാലും തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകളാണ് ഇപ്പോൾ ഷൈനിനെതിരെ ചുമത്തിയിരിക്കുന്നതെന്നുള്ളതാണ്. നേരത്തെ തന്നെ പോലീസിന് വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നതാണ്. പ്രത്യേകിച്ച് ഈ ലഹരി ഇടപാടുകാരനായ സജീർ ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ള രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡാൻസേഴ്സ് സംഘം അവിടേക്ക് എത്തിയിരുന്നത്. അതിനുശേഷമാണ് ഷൈൻ ടോം ചാക്കോ ഈ മുറിയിലുണ്ടെന്നുള്ള, അതായത് 3-ാം നിലയിലുള്ള 314 നമ്പർ മുറിയിലുണ്ടെന്നുള്ള കാര്യം ഡാൻസേഴ്സ് സംഘം മനസ്സിലാക്കുകയും അങ്ങനെ മുറിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ചാടി ഓടുകയാണ് ചെയ്തിരുന്നത് ഷൈൻ. എന്നാൽ ഒപ്പമുണ്ടായിരുന്ന അഹമ്മദ് മുർഷാദുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും പോലീസ് കണ്ടെത്തിയിരുന്നതാണ്. ആ ദിവസം 10,000-ലധികം രൂപ അയച്ചു നൽകുകയും ഇരുവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും ചെയ്തിരുന്നു. ഏതായാലും അതിലിപ്പോൾ കൃത്യമായി തന്നെ അതിൽ വ്യക്തത വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ എഫ്ഐആറിൻ്റെ പകർപ്പ് ലഭ്യമാകുമ്പോൾ അതിൽ പ്രധാനമായും കാണാൻ കഴിയുന്നത് NDPS-ലെ ആക്ടിന് പുറമെ തന്നെ ഈ തെളിവ് നശിപ്പിക്കൽ കൂടി ചുമത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും കേസിൽ 1-ാം പ്രതിയാണ് ഷൈൻ ടോം ചാക്കോ എന്നുള്ളതാണ്. ഷൈനെ 1-ാം പ്രതിയാക്കിയും സുഹൃത്തായ അഹമ്മദ് മുർഷാദിനെ 2-ാം പ്രതിയാക്കിയുമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ എഫ്ഐആറിലെ വിശദാംശങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ശരൺ, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുറിയെടുത്തത് ലഹരി ഉപയോഗിക്കാൻ തന്നെയാണെന്ന് ഏറെക്കുറെ വ്യക്തമാകുന്നു. സജീർ എന്ന ലഹരി ഡീലറുടെ സാന്നിധ്യവും കൂടി ഏറെ പ്രധാനമാണ്. അപ്പോൾ ഇത് നേരത്തെ തന്നെ ആസൂത്രണം ചെയ്ത് വന്നതാകാം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് സംഘം എത്തുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മാത്രമല്ല, ഇത് പലപ്പോഴായി ഇവർ ചെയ്യുന്നതാണോ? മുൻപും ഇത്തരത്തിൽ കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ടോ? മുറിയെടുത്ത് താമസിച്ചിരുന്നത് ഇങ്ങനെ ലഹരി ഉപയോഗത്തിന് വേണ്ടിയാണോ? തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ ഇനി ഷൈൻ ടോം ചാക്കോ വീണ്ടും വിശദീകരിക്കേണ്ടതായുണ്ടല്ലേ? കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്ന സാഹചര്യത്തിൽ അതിനൊക്കെ തന്നെ കൃത്യമായ മറുപടി ഷൈൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഷൈൻ ആദ്യഘട്ടത്തിൽ സഹകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ മൊഴികളാണ് നൽകിയിരുന്നത്. പിന്നീട് ഷൈൻ്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് പോലീസിന് വ്യക്തത വന്നിരുന്നത്. തെളിവുകൾ ലഭിക്കുന്നു. ആ തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തപ്പോൾ തന്നെ മൊഴികളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാകുന്നു, വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നതാണ്. എന്തായാലും എഫ്ഐആറിലെ ആ പരാമർശം കൂടി നമുക്ക് വായിച്ചു പോകേണ്ടതുണ്ട്. വിനീത, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നതിനായി എത്തിയ സമയം ഈ ഹോട്ടലിലെ 3-ാം നമ്പർ നിലയിലെ 314 നമ്പർ മുറിയിൽ താമസിച്ചിരുന്ന 1ഉം 2ഉം പ്രതികൾ കുറ്റകരമായ ഗൂഢാലോചന നടത്തുകയും മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയും തുടർന്ന് 1-ാം പ്രതി പോലീസ് സാന്നിധ്യം മനസ്സിലാക്കി മുറിയുടെ ജനൽ വഴി ചാടി രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഈ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് മുറി എടുത്തിരിക്കുന്നത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനായിട്ടാണ്. 1ഉം 2ഉം പ്രതികൾ കുറ്റകരമായ ഗൂഢാലോചന നടത്തുകയും ഒപ്പം മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയും തുടർന്ന് പോലീസാണെന്ന് മനസ്സിലാക്കിയോടുകൂടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതിൽ ആദ്യഘട്ടത്തിൽ ഷൈൻ നൽകിയ മൊഴി ഇതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഷൈൻ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലാണ് ആ മൊഴി നൽകിയെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ എത്തിയത് ഡാൻസ് ഓഫ് സംഘമാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നു. ഡാൻസ് ഓഫ് സംഘത്തെ കണ്ടപ്പോൾ ഗുണ്ടകളാണെന്ന് തെറ്റിദ്ധരിച്ചു, തന്നെ ആക്രമിക്കാൻ വന്ന ഗുണ്ടകളാണെന്ന് തെറ്റിദ്ധരിച്ചു. അങ്ങനെയാണ് താൻ ഇറങ്ങി ഓടിയത് എന്നുള്ളതാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയിരുന്നത്. പക്ഷേ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ലഹരി ഗുണ്ടകളെയൊക്കെ ഷൈൻ ടോം ചാക്കോ പേടിക്കേണ്ടുന്ന സാഹചര്യം എന്താണ്? സാമ്പത്തിക ഇടപാടുകളിൽ ശത്രുക്കളുണ്ട് എന്നൊക്കെയാണല്ലോ നടൻ മൊഴി നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് മാത്രമാണോ പ്രശ്നം? തൻ്റെ ജീവന് ഭീഷണി ഉണ്ടായതുകൊണ്ടാണ് ഓടി രക്ഷപ്പെട്ടത് എന്നൊക്കെ ഇയാൾ പറയുമ്പോൾ ഒരു വലിയ സംഘം മറുഭാഗത്തുമുണ്ട്, അല്ലെങ്കിൽ അത്തരം ഗ്യാങ്ങുകളൊക്കെ തന്നെ അവരുമായൊക്കെ തന്നെ ശത്രുതയും ബന്ധവും ഒക്കെ ഉണ്ട് ഷൈൻ ടോം ചാക്കോക്ക് എന്നതിലേക്ക് കൂടിയാണ് എത്തുന്നതല്ലേ കാര്യങ്ങൾ? വിനീത, വലിയൊരു ശൃംഖലയുടെ ഭാഗമാണോ ഷൈൻ ടോം ചാക്കോ എന്നുള്ള സംശയം ഇപ്പോൾ ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഷൈൻ ആദ്യമായിട്ടല്ല ഒരു കേസിൽ പെടുന്നത്. 10 വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരു കേസിൽ, കൊക്കെയിൻ കേസിൽ, കേരളത്തിലെ തന്നെ ആദ്യത്തെ കൊക്കെയിൻ കേസിലെ പ്രതിയാണ്. പിന്നീട് കുറ്റവിമുക്തനാക്കിയെങ്കിൽ പോലും ഷൈൻ ടോം ചാക്കോയെ പോലീസ് നിരന്തരം നിരീക്ഷിച്ചിരുന്നതാണ്. പല ലഹരി ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള സംശയമടക്കം പോലീസിന് ഉണ്ടായിരുന്നതാണ്. ഡാൻസ് ഓഫ് സംഘമാണെങ്കിലും ഒക്കെ ഈ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് വാസിയൊക്കെ നിരന്തരം റഡാറിൽ വന്നിരുന്നതാണ്. ഇതിന് പിന്നാലെ ഇപ്പോൾ ആ ഒരു വാദം നിലനിൽക്കില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ പോലീസ് കണ്ടെത്തലിലൂടെ പറയാൻ കഴിയുക. അതായത് ഷൈൻ പറഞ്ഞത് ഞാൻ
പ്രാണരക്ഷാർത്ഥം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. തന്നെ ആരോ ആക്രമിക്കാൻ വന്നു, ഗുണ്ടകൾ ആക്രമിക്കാൻ വന്നു, അപ്പോഴേക്കും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ പോലീസിൻ്റെ കണ്ടെത്തൽ മറിച്ചാണ്. പോലീസ് ആ വാദം പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ആ റൂം എടുത്തിരിക്കുന്നത് ലഹരി ഉപയോഗത്തിനായിട്ടാണ്. അങ്ങനെയാണ് ഈ രണ്ടുപേരും, കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തായ അഹമ്മദ് മുർഷാദ് കൂടി ഇപ്പോൾ പ്രതിപട്ടികയിലേക്ക് വരുന്നത്. രണ്ടുപേരെയും പ്രതി ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായി മാറുന്നത് ഇനി പോലീസിന് ഒരുപാട് നിലയിലുള്ള അന്വേഷണങ്ങൾ നടത്താനുള്ള ഒരു സാധ്യത കൂടിയാണ് ഷൈൻ്റെ മൊഴി എന്നുള്ളതാണ്. ഷൈൻ പ്രധാന